ചേട്ടാ, തെരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകളും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് വിജയിച്ചത്, ആരാണ് കേരളം ഭരിക്കുന്നത്, ഇതെല്ലാം അറിയാൻ കഴിയും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളുടെ ഏറ്റവും വലിയ ചർച്ച മന്ത്രിമാരെ സംബന്ധിച്ചായിരുന്നു. പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ എത്ര മന്ത്രിമാർ ഇത്തവണ ഉണ്ടാകുമെന്നത് വലിയൊരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനൊടുവിൽ LDF പറയുന്നത് വീണ ജോർജിനെ പറ്റിയാണ്. അതായത് ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് അത്രയും വലിയ പോസ്റ്റാണ്, വീണ ജോർജ് തോൽക്കുമെന്നുള്ള അഭിമുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ LDF പറയുന്നത് 8000 വോട്ടിന് വീണ ജോർജ് ആറന്മുളയിൽ വിജയിക്കുമെന്നാണ്. എന്തായിരിക്കും അവർ ഇത്രയും കോൺഫിഡൻസിന് കാരണം? അവരുടെ കോൺഫിഡൻസിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ആദ്യഘട്ടങ്ങളിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞ് കേട്ട പലരും പിന്നീട് ജയിക്കും എന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഇപ്പോൾ നമുക്കറിയാം റിപ്പോർട്ടർ ടി വി കഴിഞ്ഞ കുറേ നാളുകൊണ്ടായി എക്സിറ്റ് പോൾ വന്ന് UDF അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി എന്നാണ് റിപ്പോർട്ടർ ടി വിയുടെ മലയാളി ചർച്ചയിൽ വന്നിരുന്നുണ്ട് പറഞ്ഞത്. ഞാൻ കുറച്ച് നേരം മുമ്പ് റിപ്പോർട്ടർ ടി വിയിൽ നോക്കുമ്പോൾ റിപ്പോർട്ടർ ടി വിയിൽ UDF അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിമാരാകാൻ സാധ്യതയുള്ളവരുടെ പേരുകളെ കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരറ്റത്ത് അധികാരത്തിലെത്തില്ല എന്ന് പറയുന്നതും ഇപ്പുറത്തെ അധികാരത്തിലെത്തിയാൽ മന്ത്രിമാരാകാൻ പോകുന്ന ഇവരെന്ന് പറയുന്നത് ചുമ്മാ എക്സിറ്റ് പോളിൽ വിശ്വാസമില്ല അവർക്ക്. വാർത്താ ദാരിദ്ര്യം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് വെച്ചൊപ്പിച്ച് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും LDF ഇപ്പം എത്ര വോട്ടിന് വീണ ജോർജ് ജയിക്കുമെന്ന് പറഞ്ഞാൽ 8000 വോട്ടിന് ജയിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസം അവിടെ പറയുമ്പോൾ തന്നെ ഇപ്പുറത്തെ UDF ക്യാമ്പിൽ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ വന്ന് നിൽക്കുന്ന അബിൻ വർക്കി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 10,000 ശിഷ്ട വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കുമെന്ന ഉത്തമ ബോധ്യം UDFിനുണ്ട് താനും. ഇനി 8000 വോട്ടിന് ഇനി ജയമോ പരാജയമോ അതവിടെ നിൽക്കട്ടെ, 8000 വോട്ടിനാണ് ഈ വീണ ജോർജ് ജയിക്കുന്നത് എന്ന് വിലയിരുത്തുന്നുണ്ടെങ്കിൽ 5 വർഷക്കാലം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി പൂർണ്ണ പരാജയമായിരുന്നു എന്ന് ഇടതുപക്ഷം അംഗീകരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഒരു UDF മണ്ഡലമായിരുന്നു ഈ പറയപ്പെടുന്ന ആറന്മുള. ശിവദാസൻ നായർ എന്ന് പറയുന്ന ജനപ്രിയനായിരുന്ന MLA പരാജയപ്പെടുത്തിക്കൊണ്ടാണ് മാധ്യമപ്രവർത്തകയായ വീണ ജോർജ് 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. വീണ ജോർജ് സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഓർത്തഡോക്സ് സഭ വിശ്വാസിയായിരുന്ന വീണ ജോർജ് സഭയുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്. സഭയാണ് അവരെ മത്സരിപ്പിക്കുന്നത് എന്ന തരത്തിൽ വലിയ പ്രചരണ പരിപാടികളൊക്കെ ഉണ്ടായി. വീണ ജോർജ് അവിടെ 8000 ശിഷ്ട വോട്ടുകൾക്ക് അവിടെ ജയിച്ചു വരുമ്പോൾ ഈ അനൗൺസ്മെൻറ്റ് വാഹനത്തിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ലോഹയിട്ട് ഒരു ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛൻ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ചിത്രം എനിക്കിപ്പോഴും മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ അടിച്ചു വന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്താൽ ആ പടം കിട്ടാൻ സാധിക്കും. കാരണം 5 വർഷക്കാലം ഈ 8000 ശിഷ്ട വോട്ടുകൾക്ക് ആറന്മുളയിൽ നിന്ന് ജയിച്ചു വന്ന വീണ ജോർജ് അവിടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ടാകാം രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2021 19,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വീണ ജോർജ് ജയിച്ചു വരുന്നത്. അപ്പോൾ ഒരു വനിതാ നേതാവ് അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തക എന്ന നിലയിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരാൾ, അയാൾ 5 വർഷക്കാലം കൊണ്ട് അവിടെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തി. അത് ഭരണപക്ഷത്തിരുന്ന MLA ആണ്. അതുകൊണ്ടായിരിക്കാമല്ലോ ഈ 8000 എന്നുള്ളത് ഇരട്ടിയിൽ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് അവരുടെ ഭൂരിപക്ഷം ഉയർന്നു വരുന്നു. അപ്പോൾ അവിടെ BJP മത്സരിപ്പിച്ചത് ക്രിസ്ത്യൻ ക്യാൻഡിഡേറ്റിനാണ് എന്നുള്ള കാര്യമൊക്കെ മാറ്റി നിർത്തും. BJPക്ക് അത്യാവശ്യം വേരോട്ടമുള്ള മണ്ണ് തന്നെയാണ് ആറന്മുള. എങ്കിൽ പോലും 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ ജോർജ് അവിടെ ജയിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുപോയത് ജനം വിശ്വസിച്ച അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച എന്നൊക്കെ പറയാൻ കഴിയുന്ന ആരോഗ്യ വകുപ്പാണ് ഈ പറയപ്പെടുന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വീണ ജോർജിന് ലഭിക്കുന്നത്. KK ശൈലജ ടീച്ചറിൻ്റെ പകരക്കാരിയായിട്ടാണ് മന്ത്രിസഭയിലേക്ക് വീണ ജോർജിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ വീണ ജോർജ് ഈ കഴിഞ്ഞ 5 വർഷക്കാലവും ഭരണത്തിലിരിക്കുമ്പോൾ MLA ആയിരുന്ന വീണ ജോർജ് നടത്തിയ വികസന പ്രവർത്തനങ്ങളിൽ 19,000 വോട്ടിൻ്റെ ലീഡ് കിട്ടിയെങ്കിൽ മന്ത്രിയായിരിക്കുന്ന വീണ ജോർജിന് അതൊരു 35,000 മുകളിലുള്ള ലീഡിലേക്ക് പോകണം സ്വാഭാവികമായിട്ടും. വേണം അല്ലെങ്കിൽ ഒരു 30,000 പോട്ടെ 25,000 പോട്ടെ, വേണ്ട ഈ 19,019 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്കെങ്കിലും പോകട്ടെ, ഓരോട്ടെങ്കിലും കൂടുണ്ടേ. അവിടെ എനിക്ക് എന്ത് തരംഗമുണ്ടെങ്കിലും 5 വർഷക്കാലം അവിടുത്തെ വികസന നായികയായി ഇരട്ടിയിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന ആൾ അവിടുത്തെ മന്ത്രിയായി കേരളത്തിലെ ആരോഗ്യ മേഖലയെ നമ്പർ 1 ആയിരുന്ന ശൈലജ ടീച്ചർ നമ്പർ 1 ആക്കിയ ആരോഗ്യ മേഖലയെ നമ്പർ 1 മുകളിലേക്ക് ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടാണ് വീണ ജോർജ് പോകുന്നതെന്നാണ് ഇവർ അവകാശവാദം ഉന്നയിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തീവ്ര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ പോകുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അമേരിക്കയിൽ ചികിത്സ നടത്തുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, മുദ്രാവാക്യങ്ങളും കരിങ്കൊടിയും ഉപയോഗിച്ചുകൊണ്ട് KSU പ്രവർത്തകർ മാരകമായി ആക്രമിച്ചപ്പോൾ വീണ ജോർജ് ചികിത്സ തേടിയത് സർക്കാർ ആശുപത്രിയിലാണ്, സ്വകാര്യ ആശുപത്രിയിൽ പോയില്ല. അത്രയ്ക്ക് വലിയ സൗകര്യങ്ങളാണ് നമ്മുടെ സ്വകാര്യ ആശുപത്രിയിലുള്ളത്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ
വെറുതെ സർക്കാരിനെതിരെ കള്ളം പറഞ്ഞ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവുമല്ലോ, മിഷനില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളം പറഞ്ഞ ഒരു ഡോക്ടർ, ഹാരിസ് ഡോക്ടർ. അങ്ങനെ എത്ര സംഭവവികാസങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ വീണ ജോർജിനെ തകർക്കാൻ വേണ്ടി ആളുകൾ പടച്ചുവിട്ടു അല്ലേ. ആരോഗ്യമന്ത്രിയെ പറയാൻ വേണ്ടി മാത്രം, കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു കുഞ്ഞിന്റെ കൈ കുറച്ച് മാറ്റിയില്ലേ ഉള്ള ആളുകൾ. പിന്നെ വയറ്റിനകത്ത് കത്രിക വെച്ച് മറന്നു. അതായത് ഈ വീണ ജോർജ് കുറച്ച് ആളുകൾ ടൈം ട്രാവൽ ചെയ്ത് പുറകിൽ മുന്നിൽ വന്ന് വീണ ജോർജ് മന്ത്രിയാകുമെന്നും അന്നേരം ഇതിനെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നീട് കൊണ്ടുപോയിട്ട് കത്രികയൊക്കെ വെച്ചിട്ട് വന്നത് എന്നാണ് ഇവരൊക്കെ പറയുന്നത്, ക്യാപ്സ്യൂളുകൾ പറയുന്നത്. അപ്പോൾ എന്തായാലും 5 വർഷക്കാലം കേരളത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ, ആറന്മുളയിൽ മികച്ച പ്രവർത്തനം നടത്തിയ വീണ ജോർജ് 8000 വോട്ടിന് ജയിച്ചാൽ അത് അമ്പേ പരാജയമാണ് എന്ന് കണക്കാക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നാൽ ഓർത്തഡോക്സ് സഭയുടെ 1 ബ്ലോക്ക് വോട്ടുകളും ഒപ്പം കുറച്ച് BJP സപ്പോർട്ടും ഒക്കെ കഴിഞ്ഞ തവണ ലഭിച്ചിരുന്നതാണ്. ഇത്തവണ ഓർത്തഡോക്സ് സഭയിലെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യും. സഭ പോലും പറഞ്ഞത് ഈ മത്സരിക്കുന്ന 2 പേരും സഭയുടെ കുഞ്ഞാടുകളാണ്, അതുകൊണ്ട് തന്നെ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അബിൻ വർക്കി ചെറുപ്പമാണ്. ക്രൈസ്തവ ഇസ്ലാമിക വോട്ട് ഏകീകരണം UDF വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് LDF തന്നെ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആറന്മുള പോലെ ഒരു മണ്ഡലത്തിൽ അബിൻ വർക്കിക്ക് ഒരു മതേതര മുഖമുള്ള ആളാണ്. ഹൈന്ദവ സമൂഹത്തിൻ്റെയും ഇസ്ലാം സമുദായത്തിൻ്റെയും ഒക്കെ വോട്ട് ജാതി വ്യവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് അബിൻ വർക്കിക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവിടുത്തെ NDAയുടെ സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരനാണ് മത്സരിക്കുന്നത്. കേരളത്തിലെ തലമുതിർന്ന BJPയുടെ നേതാവാണ്. അപ്പോൾ അദ്ദേഹം BJPയുടെ വിശ്വസിക്കുന്ന, ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വോട്ടുകൾ പോലും മറ്റെങ്ങും പോകാത്ത രീതിയിൽ അത് കുമ്മനം രാജശേഖരനിലേക്ക് വരും. അതോടുകൂടി BJPയുടെ വോട്ട് വീണ ജോർജിലേക്ക് പോകാത്തൊരു സാഹചര്യം. അതെ, ഇതിനകത്ത് പറയുന്ന ഈ 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടല്ലോ, 19,000 വോട്ടുകളുടെ ഭൂരിപക്ഷം, ഇതിനകത്ത് 2016 MT രമേശ് മത്സരിക്കുന്ന സമയത്ത് 37,906 വോട്ടുകളാണ് അന്ന് BJPക്ക് കിട്ടിയത്. പിന്നീട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2021 29,000 വോട്ടുകളായിട്ട് കുറയും. അപ്പോൾ ഏകദേശം 7,000-8,000 വോട്ടിൻ്റെ ഒരു ഡിഫറൻസ് BJPക്ക് അകത്ത് തന്നെയുണ്ട്. അപ്പം കഴിഞ്ഞ തവണ മത്സരിച്ച ഈ ബിജു മാത്യു എന്ന് പറയുന്നത് BJPക്ക് അത്യാവശ്യം വലിയ ഫേസ് വാല്യൂ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു പ്രാദേശിക നേതാവാണ്. അപ്പോൾ അത്രയും വോട്ടുകൾ BJP പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പിടിച്ച വോട്ടുകളല്ല, അതായത് വീണ ജോർജ് കൂട്ടിയ വോട്ടുകൾ, ആ 10,000 വോട്ട് എന്ന് പറയുന്നത് BJPയുടെ ആണ് എന്ന് പറയുന്ന വലിയൊരു ആക്ഷേപം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഇപ്രാവശ്യം എന്താണെങ്കിലും ഒരു ഡീല് നടക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. കുമ്മനം രാജശേഖരനൊക്കെ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഡീല് നടത്തും എന്നൊക്കെ പറയുന്നത് അല്ല, പിന്നീടാണ് കുമ്മനത്തിന്റെ ഒരു വരവ് വരുന്നത്. ശുദ്ധമായ മണ്ഡലമാണ്. അപ്പോൾ കുമ്മനം രാജശേഖരനോട് വന്നതോടുകൂടി തന്നെ BJPയുടെ വോട്ടുകൾ കൃത്യമായ അക്കൗണ്ടിലാക്കി. ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ, അതൊരു UDF മണ്ഡലമാണ്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വരുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ വീണ ജോർജിന് 2 തവണ ജയിക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെ അബിൻ വർക്കി വരുന്നതോടുകൂടി ഈ സഭാ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ബാക്കി UDFൻ്റെ വോട്ടുകൾ കൃത്യമായ ഒരു നല്ല സ്ഥാനാർത്ഥി വന്നതുകൊണ്ട് തന്നെ അബിൻ വർക്കിയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുകയും ആറന്മുള UDF ജയിക്കുകയും ചെയ്യും. പിണറായി മന്ത്രിസഭയിൽ പരാജയപ്പെടാൻ പോകുന്ന മന്ത്രിമാരിൽ ആദ്യത്തെ പേരുകാരി, അതിനുള്ള യോഗ്യതയുള്ള ആൾ വീണ ജോർജാണ്. ഇനി അതിനുമപ്പുറത്തേക്ക് വീണ ജോർജിൻ്റെ പ്രവർത്തന മികവ് കൊണ്ട് അവിടെ ജയിച്ചു വരാൻ സാധിച്ചാൽ അത് വീണ ജോർജിനെ നമ്മൾ കൈയടിച്ച് അംഗീകരിക്കേണ്ടി വരും, അംഗീകരിക്കുക തന്നെ വേണം.